ഒരു കാലിച്ചായ കിട്ടിയാൽ പോലും കാലുമാറുന്നവർ അനേകമുണ്ട്. ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമ്മുടെ മുന്നിൽ തെളിയുന്ന ഒരു സത്യം അതാണ്. അതോടൊപ്പം രാഷ്ട്രീയ ഐക്യത്തിനും തൊട്ടുകൂടായ്മയ്ക്കും ഒരു പരിധി വേണ്ടേ എന്ന ചോദ്യവുമുണ്ട്. ഇന്ത്യ മുന്നണിയായി ഡൽഹിയിൽ ഒന്നിച്ചു നിൽക്കുന്ന പാർട്ടികൾക്ക് പരസ്പരം സഹകരിച്ച് പഞ്ചായത്തിൽ നിന്നാൽ എന്താണ് കുഴപ്പം? UDF പിന്തുണയ്ക്കുന്ന LDF പ്രസിഡന്റ് രാജിവെക്കുന്നു. അതുതന്നെ തിരിച്ച് സംഭവിക്കുന്നു. SDPIയുടെ പിന്തുണ കിട്ടിയാൽ UDFും LDFും രാജിവെക്കുന്നു. അതറിഞ്ഞുകൊണ്ട് തന്നെ കുളം കലക്കാനായി SDPI പിന്തുണച്ചു കളിക്കുന്നു. മിക്ക പഞ്ചായത്തുകളിലും 1-2 അംഗങ്ങളെ കിട്ടിയിട്ടുള്ള NDA ഇതൊക്കെ കണ്ട് ചിരിച്ചും കളിച്ചു നിൽക്കുന്നു. പല പഞ്ചായത്തുകളിലും നടക്കുന്നത് പ്രൈമറി സ്കൂളുകളിലെ കുട്ടികളുടെ വഴക്ക് പോലുള്ള കാര്യങ്ങളാണ്. സത്യത്തിൽ ജനാധിപത്യത്തിന്റെ ഏറ്റവും ഗംഭീരമായ ഇടങ്ങളാണ് ത്രിതല പഞ്ചായത്തുകൾ. അവിടെ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ പാർട്ടിയില്ല. ഓരോ അംഗങ്ങളും ആ പഞ്ചായത്തിന്റെ ഭാഗമാണ്. അവരിൽ ഒരാളെ പ്രസിഡന്റായും മറ്റൊരാളെ വൈസ് പ്രസിഡന്റായും തിരഞ്ഞെടുക്കുന്നു. അംഗങ്ങൾ വോട്ട് ചെയ്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളെയും തിരഞ്ഞെടുക്കുന്നു. ഈ തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ഭൂരിപക്ഷം മാത്രമാണ് നോക്കുക. ജയിച്ചു കഴിഞ്ഞാൽ കക്ഷി രാഷ്ട്രീയത്തിന് ഒരു സാധ്യതയും ഇല്ലാത്ത സ്ഥലങ്ങളാണ് പഞ്ചായത്തുകൾ. അപ്പോ അത് അരാഷ്ട്രീയവാദമല്ലേ എന്ന് ചോദിക്കാം. നമ്മുടെ ജനാധിപത്യത്തിൽ പഞ്ചായത്തുകളുടെ പ്രവർത്തനം അങ്ങനെയാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. അതിന് പകരം ഇപ്പോൾ നടക്കുന്നത് മുഴുവൻ രാഷ്ട്രീയ അശ്ലീലങ്ങളാണ്. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. പഞ്ചായത്തിലും വേണ്ടേ ചില ഇന്ത്യ മുന്നണികൾ. തൃശൂർ മച്ചത്തൂരിൽ സംഭവിച്ചത് നല്ല ഒന്നാന്തരം കാലുമാറ്റമാണ്. 8 കൗൺസിലർമാരും പാർട്ടിയിൽ നിന്നും രാജിവെച്ചു എന്നതുകൊണ്ട് അവരുടെ കാലുമാറ്റത്തിന് സാധുത കൈവരുന്നില്ല. രാജിവെച്ചത് കൊണ്ട് എന്തും ചെയ്യാനുള്ള അവകാശവും കിട്ടുന്നില്ല. അവരെ നിർത്തി ജയിപ്പിച്ച പാർട്ടിയിൽ നിന്നും രാജിവെച്ചത് തന്നെയാണ് ഏറ്റവും വലിയ കാലുമാറ്റം. നടപടി നേരിടാൻ അതുമാത്രം മതി. ആ 5 പേരെയും അയോഗ്യരാക്കാൻ ഇതിനപ്പുറം ഒരു കാരണവും വേണ്ട. പക്ഷേ അത്തരമൊരു നീക്കം നടത്തേണ്ടത് അവരെ നിർത്തിയ പാർട്ടിയാണ്. അതിനു പകരം ഇപ്പോ ഉടയ്ക്കും എന്ന മട്ടിലുള്ള ഭീഷണി തുടരുന്നത് എന്തിനാണെന്ന് വ്യക്തമാണ്. രാജിവെച്ചവർക്ക് തിരികെ വരാനുള്ള അവസരമാണ് കോൺഗ്രസ് നൽകുന്നത്. അല്ലെങ്കിൽ അവർ തിരിച്ചു വരും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ശരിക്കും എന്താണ് മച്ചത്തൂരിൽ സംഭവിച്ചത്? അവിടെ ഏതു വിധേനയും CPM അധികാരത്തിലെത്തുന്നത് തടയണമെന്ന് തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ കോൺഗ്രസിന്റെയും BJPയുടെയും പ്രാദേശിക നേതാക്കൾ തീരുമാനിക്കുന്നു. 23 വർഷം ഭരിച്ച CPIMനോടുള്ള ദേഷ്യത്തിന് രാഷ്ട്രീയമായ കാരണങ്ങളുമുണ്ട്. മാനദണ്ഡങ്ങൾ പാലിച്ചില്ല എന്നു കാട്ടി കട്ടക്കളം പൂട്ടിയതാണ് ഒരംഗത്തിന്റെ പ്രതികാരത്തിനുള്ള കാരണം. വലിയ ജനാധിപത്യ പ്രശ്നമൊന്നുമല്ല മറ്റത്തൂരിൽ ഉണ്ടായത് എന്ന കാര്യം വ്യക്തമാണ്. എങ്ങനെയും CPMനെ അധികാരത്തിൽ നിന്ന് മാറ്റുമെന്ന് ജനങ്ങൾക്ക് മുന്നിൽ പ്രതിജ്ഞ ചെയ്തവർക്ക് ആ ലക്ഷ്യത്തോട് പൂർണ്ണമായും അടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴുണ്ടായ പ്രാദേശിക തീരുമാനമായിരുന്നു രാജിയും പിന്തുണയ്ക്കലും. രാജിവെച്ചത് കോൺഗ്രസ് അംഗങ്ങളാണ് എന്നതുകൊണ്ട് വഴങ്ങിയത് BJPക്കാണ് എന്ന് കണ്ടുനിന്നവർക്കൊക്കെ ബോധ്യപ്പെട്ടു. BJP അംഗങ്ങൾ രാജിവെച്ച് കോൺഗ്രസിനെയാണ് പിന്തുണച്ചിരുന്നതെങ്കിൽ വഴങ്ങിയത് കോൺഗ്രസിനാണ് എന്ന് പറയാമായിരുന്നു. ഇത് 8 അംഗങ്ങളുടെ കോൺഗ്രസ് 4 അംഗങ്ങളുടെ BJPക്ക് വഴങ്ങിയതാണ് മറ്റത്തൂരിൽ കണ്ടതെന്ന് പറയുന്നത് ഇക്കാരണം കൊണ്ടാണ്. തിരുവനന്തപുരം നാവായിക്കുളത്തും പാലക്കാട് അഗളിയിലും തൃശൂർ വടക്കാഞ്ചേരിയിലും ഒക്കെയും നടന്നത് കൂറുമാറ്റങ്ങളാണ്. LDF പിന്തുണയിൽ കിട്ടിയ അഗളി പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനം മഞ്ജു രാജിവെച്ച കഥ തന്നെ എടുക്കൂ. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ജയിച്ച മഞ്ജു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ തന്നെ മത്സരിക്കുകയായിരുന്നു. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം നടപടിക്ക് കോൺഗ്രസ് നീക്കം തുടങ്ങിയതോടെ മഞ്ജു രാജിവെച്ചു. 21 അംഗ സമിതിയിൽ UDFന് 10, LDFന് 9, BJPക്ക് 2. ഇങ്ങനെയായിരുന്നു കക്ഷിനില. ശരിക്കും കോൺഗ്രസിന് കിട്ടേണ്ടിയിരുന്ന അധ്യക്ഷ സ്ഥാനമാണ് അട്ടിമറിയിലൂടെ ഇവിടെ LDF സ്വന്തമാക്കാൻ ശ്രമിച്ചത്. ഇതിനാണ് ശരിക്കുള്ള കാലുമാറ്റം എന്ന് പറയുന്നത്. തിരുവനന്തപുരം നാവായിക്കുളത്ത് നടന്നതും സമാന സംഭവമാണ്. LDFുമായി ചേർന്ന് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിയ റീന ഫസലാണ് രാജിവെച്ചത്. 24 സീറ്റിൽ 12ഉം ജയിച്ചത് കോൺഗ്രസ്. കോൺഗ്രസിലെ തന്നെ ഗ്രൂപ്പ് വഴക്കിന്റെ ഭാഗമായാണ് 2 വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിമാർ വന്നത്. അതിൽ ഒരാളെ LDF കയറി പിന്തുണച്ചു. LDF പിന്തുണ കിട്ടിയാൽ ജയിച്ചു. അതോടെ രാജിവെക്കേണ്ടി വന്നു. ഇവിടെയും കാലുമാറ്റത്തിന്റെ സ്വഭാവമുള്ള നീക്കം തന്നെയാണ് നടന്നിരിക്കുന്നത്. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുകയായിരുന്നു ലീഗ് സ്വതന്ത്ര അംഗം ജാഫർ. വിപ്പ് ലംഘിച്ചതിന് ജാഫറിനെ കൊണ്ട് ലീഗ് അംഗത്വം രാജിവെപ്പിച്ചു. ഈ 3 സംഭവങ്ങളും കാലുമാറ്റം തന്നെയാണ്. അതിനെതിരെ നടപടിയും ആവശ്യമാണ്. പക്ഷേ ഈ പഞ്ചായത്തുകളുടെ സുതാര്യമായ നടത്തിപ്പിന് ചില കൊടുക്കൽ വാങ്ങലുകളൊക്കെ ആവശ്യമാണ്. അത്തരം സന്ദർഭങ്ങളിൽ പാർട്ടികളുടെ സംസ്ഥാന നേതൃത്വം ഇടപെട്ട് തീരുമാനങ്ങൾ എടുക്കേണ്ടതല്ലേ എന്നതാണ് ചോദ്യം. SDPI പിന്തുണയോടെ ജയിച്ച 3 കോൺഗ്രസ് പഞ്ചായത്ത് പ്രസിഡന്റുമാരാണ് രാജിവെച്ചത്. തിരുവനന്തപുരം പാങ്ങോട്, പത്തനംതിട്ട കോട്ടാങ്ങൽ, അതുപോലെ തൃശൂർ ചൊവ്വന്നൂർ ഇവിടങ്ങളിലൊക്കെയാണ് രാജി വേണ്ടി വന്നത്.
ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് സ്വീകരിക്കുമെന്ന് പരസ്യമായി പറഞ്ഞാണ് വോട്ട് തേടിയത്. തിരഞ്ഞെടുക്കപ്പെട്ട് കഴിയുമ്പോൾ SDPIയുടെ പിന്തുണ അയോഗ്യതയായി മാറുകയാണ്. ഇതൊക്കെ ജനങ്ങൾക്ക് മുന്നിൽ എങ്ങനെ വിശദീകരിക്കും എന്നുള്ളതാണ് ചോദ്യം. മതരാഷ്ട്രവാദത്തിന്റെ കാര്യത്തിൽ ജമാഅത്തെ ഇസ്ലാമിയും SDPIയും ഒക്കെ ഒരേ അച്ചിലാണ് പിറന്നിരിക്കുന്നതെന്നാണ് ആരോപണം. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് സ്വീകരിക്കുകയും SDPIയുടെ പിന്തുണ നിരാകരിക്കുകയും ചെയ്യുമ്പോൾ അതിൽ നല്ല വിശദീകരണം ഉണ്ടാകണം. പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ട ഒരു സംഘടനയാണ്. ആ പോപ്പുലർ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നവരാണ് ഇപ്പോ SDPIയിൽ പ്രവർത്തിക്കുന്നത് എന്നത് തർക്കമറ്റ കാര്യവുമാണ്. ആ പാർട്ടി നിഷേധിച്ചാലും അതാണ് സത്യമെന്ന് നിരോധിച്ച കേന്ദ്ര സർക്കാരിനും അറിയാം, ഇവിടെയുള്ള സാധാരണക്കാർക്കും അറിയാം. പക്ഷേ SDPI പ്രവർത്തിക്കുന്നത് ഒളിഞ്ഞിരുന്നല്ല. ഇവിടെ പ്രവർത്തിക്കാനുള്ള രജിസ്ട്രേഷൻ എടുത്ത് വേണ്ട നടപടിക്രമങ്ങളൊക്കെയും പാലിച്ചാണ് വോട്ട് തേടുന്നത്. അവർ ജയിച്ചു വരികയും ചെയ്യുന്നു. ഇവരുടെ പിന്തുണ സ്വീകരിക്കുന്നത് കൂറുമാറ്റ നിയമപ്രകാരം തെറ്റായ കാര്യമല്ല. പക്ഷേ ആ പിന്തുണ വേണ്ടെന്ന് തീരുമാനിക്കുകയാണ്. ജനാധിപത്യത്തിൽ വിശദീകരിക്കാൻ ഏറെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യം കൂടിയാണിത്. SDPIയുടെ മാത്രമല്ല, ചിലയിടങ്ങളിൽ ഇതുപോലെ BJPയുടെ പിന്തുണയും പ്രശ്നമാണ്. 1-2 അംഗങ്ങൾ മാത്രമുള്ള ചില പഞ്ചായത്തുകളിലെങ്കിലും BJPയും മുന്നണികളെ സമാനമായ പ്രതിസന്ധിയിൽ എത്തിക്കുന്നത് മുൻ വർഷങ്ങളിലും കണ്ടതാണ്. രാഷ്ട്രീയത്തിലെ ഈ തൊട്ടുകൂടായ്മയും ഐത്തവുമൊക്കെ പുറമേ നിന്ന് നോക്കുന്ന ഒരാൾ അമ്പരപ്പോടുകൂടിയായിരിക്കും കാണുക. പഞ്ചായത്തുകളിൽ ടൈ ആകുന്നതൊക്കെ സ്വാഭാവികമാണ്. ഇപ്പൊ അങ്ങനെ ടൈ ആയാൽ നറുക്കെടുപ്പിലൂടെ ഒരാളെ തിരഞ്ഞെടുക്കുകയാണ് സാധാരണ. അല്ലാതെ വീണ്ടും തിരഞ്ഞെടുപ്പ് നടത്തി ഭൂരിപക്ഷം ഉണ്ടാക്കാനല്ല പഞ്ചായത്ത് ചട്ടം പറയുന്നത്. പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ ആയി തിരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ രാഷ്ട്രീയത്തിൽ വലിയ സ്ഥാനവുമില്ല. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ അതിന് സ്വാഭാവിക വിധി തിരഞ്ഞെടുക്കുക എന്നതാണ് പാർട്ടികൾ ചെയ്യേണ്ടത്. അതിനു പകരം അട്ടിമറിക്ക് നീക്കം നടത്തുന്നവർ പഞ്ചവടിപ്പാലം കളിക്കുകയാണ്. ദുശാസനക്കുറിപ്പുമാരൊക്കെ പഞ്ചായത്തുകൾ ഭരിച്ചിരുന്ന കാലമൊക്കെ എന്നേ കഴിഞ്ഞു. ഇപ്പോൾ 21 വയസ്സുകാരി വരെ പഞ്ചായത്ത് ഭരിക്കാൻ പ്രാപ്തരാണ്. സ്വാഭാവികമായ തിരഞ്ഞെടുപ്പ് നടപടികൾക്ക് പഞ്ചായത്തിനെ വിട്ടുകൊടുക്കുക എന്നതാണ് എല്ലാ പാർട്ടികളും ചെയ്യേണ്ടത്. അതിന് പകരം നടത്തുന്ന ഈ അട്ടിമറി നീക്കങ്ങളാണ് തദ്ദേശ സ്ഥാപനങ്ങളെ പരിഹാസ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നത്. ജനാധിപത്യത്തിൽ ചട്ടങ്ങൾക്കൊപ്പം സാമാന്യ യുക്തി എന്നൊരു സംഗതി കൂടിയുണ്ട്. രാഷ്ട്രീയത്തിനപ്പുറം പക്വമായ തീരുമാനങ്ങൾ കൂടി മുന്നണികൾ എടുക്കുന്ന ഒരു കാലത്ത് മാത്രമേ ശരിയായ ജനാധിപത്യം പുലരുകയുള്ളൂ. കൂറുമാറ്റത്തിനും ജനഹിതത്തിനും ഇടയിൽ സാധ്യമായ തുരുത്തുകൾ കൂടി ചിലപ്പോൾ കണ്ടെത്തേണ്ടി വരും. അത് അനീതിക്ക് വഴങ്ങലല്ല, യാഥാർത്ഥ്യങ്ങളോടുള്ള പൊരുത്തപ്പെടലാണ്. ഡൽഹിയിൽ ഒരു മുന്നണിയായി നിൽക്കുന്നവർക്കെങ്കിലും ഇങ്ങ് പഞ്ചായത്തിൽ വേണ്ടി വന്നാൽ പരസ്പരം സഹായിക്കണോ എന്ന് ചിന്തിക്കേണ്ടി വരും. സ്പോട്ലൈറ്റിന്റെ മറ്റൊരു വിഷയമായി നാളെ വീണ്ടും ഇതേ സമയം.